പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. ജനങ്ങളുടെ സംസ്കാരവും ചിന്തകളും ആലോചനകളും ഒന്നും പഴയതുപോലെ ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്ഡേഷനുകൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ രംഗത്തും അങ്ങനെ തന്നെയാണ്. വൈവാഹിക രംഗങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ സമുദായത്തിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. നല്ലതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും സ്വാഗതം ചെയ്യേണ്ടതും ആണ്. എന്നാൽ നമ്മുടെ പുതിയ ജനറേഷനിൽ നിന്ന് ഉയർന്നു വരുന്ന ചില ചിന്തകളും ആലോചനകളും വരുത്തിവെക്കുന്ന അപകടത്തെ സംബന്ധിച്ച് നമ്മൾ അറിയാതെ പോവുകയോ അതല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിയാതിരിക്കുകയോ ചെയ്യുന്നത് വലിയൊരു അപകടമുണ്ടാക്കും. അപകടത്തിലേക്കാണ് സമുദായത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ എല്ലാ രംഗത്തും ഫെമിനിസവും ലിബറലിസവും അവരുടെ ആശയങ്ങൾ കുത്തി വെക്കുന്നത് പോലെ സൂചിപ്പിച്ച വൈവാഹിക രംഗത്തും അത് ആ കുഴലോത്തുകൾ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവര് നമ്മുടെ മക്കളിൽ, അതായത് നമ്മൾ ഫീസ് കൊടുത്ത് സ്ഥാപനത്തിൽ ചേർത്തി നല്ലൊരു ഭാവിക്ക് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളിലെ ലിബറലിസത്തിൻ്റെയും ഫെമിനിസത്തിൻ്റെയും കുഴലൂത്തുകൾ നടക്കുകയും അത് അവരും നമ്മളും അറിയാതെ അവരിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു അപകടമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു തആല പറയുന്നുണ്ട്, വഅൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും. ഒരു സാമൂഹിക ബാധ്യതയായിട്ടാണ്, സമൂഹത്തോടാണ് അല്ലാഹു പറയുന്നത്. അത് സമൂഹത്തോടാണെങ്കിൽ അത് സാമൂഹിക ബാധ്യതയായിട്ട് വരുന്നു. കുടുംബത്തോടാണെങ്കിൽ കുടുംബത്തിന്റെ നാഥന്മാരുടെ ബാധ്യതയായിട്ട് വരുന്നു. നിങ്ങളിൽ നിന്ന് അവിവാഹിതരായ ആൾക്കാർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നിങ്ങൾ വിവാഹം അന്വേഷിച്ച് ഉചിതമായൊരു ബന്ധം അവർക്ക് ചേർത്തി കൊടുക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അത് നിങ്ങളുടെ ബാധ്യതയാണ്. അവിടെയാണ് ഒരു ശബ്ദം ഉയർന്നു വരുന്നത് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. എന്തിനാണ് വിവാഹം? എന്താണ് വിവാഹത്തിന്റെ ആവശ്യകത? ഇത് നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണെങ്കിൽ അത് അവരുടെ ചോദ്യത്തിന്റെ ശബ്ദമല്ല, അവരുടെ നാക്കിൽ കൂടി ഫെമിനിസത്തിന്റെയോ അല്ലെങ്കിൽ ലിബറലിസത്തിന്റെയോ ശബ്ദമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരെയും വിവാഹം ചെയ്യാം. ആ വിവാഹത്തിന്റെ സെലക്ഷനിൽ എന്തിനാണ് ഒരു മതത്തിന്റെ മതിൽക്കെട്ട്, ഒരു ലിംഗത്തിന്റെ മതിൽക്കെട്ട്? എന്തിന് ഒരു ലിംഗത്തിന്റെ വിവേചനം എന്തിനാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ചിലരിൽ നിന്നെങ്കിലും നമ്മൾ കേട്ട് എന്ന് വന്നേക്കാം. എവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക്, അതല്ലെങ്കിൽ അതിന്റെ സംസ്കാരങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത്? വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമാണ് മുസ്ലിം സമൂഹം സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏത് രംഗത്തും തട്ടമിട്ട മത്തയിട്ട പെൺകുട്ടികളെ നമ്മൾ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക്. പക്ഷേ
അവരിൽ കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള കുയലൂത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടവുമാണ്. പലപ്പോഴും നമ്മൾ കൂട്ടുനിന്ന് പോകുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകുന്നു. ജോലിയൊന്നാവട്ടെ, പഠനമൊന്ന് കഴിയട്ടെ എന്നൊക്കെ പറയുമ്പോൾ രക്ഷിതാക്കളും കൂട്ടുനിന്ന് പോകുമ്പോൾ ആ ശബ്ദത്തിന് നമ്മളും ശബ്ദം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നല്ല ആശയമാണ്, പക്ഷേ അതിൻ്റെ ഗൗരവം, മറ്റൊരു ഗൗരവം നമ്മൾ തിരിച്ചറിയണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്. 3 സ്വഹാബികൾ വരുന്നുണ്ട്. 3 ആളും 3 കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. 3 ആളും ഒരേ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. 3 ആളും 3 കാര്യങ്ങളാണ് തീരുമാനിച്ചു പോകുന്നത്. അതിൽ ഒരാളുടെ തീരുമാനം വിവാഹം വേണ്ട എന്നതായിരുന്നു. വിവാഹം വേണ്ട എന്നതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് അയാൾക്ക് തിരുത്തുകയാണ്. വിവാഹം വേണ്ട എന്ന നിന്റെ തീരുമാനം തെറ്റാണ്. അത് നീ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് കുടുംബമുണ്ട്. എൻ്റെ സുന്നത്തിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചു കഴിഞ്ഞാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്ക്, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം തന്നെ ഈസാ നബി അലൈഹിസ്സലാമിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള പ്രവാചകന്മാരെല്ലാം തന്നെ വിവാഹം ചെയ്തവരും കുടുംബപരമായി ജീവിച്ചവരുമാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആമുഖത്ത് ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്ത്, വലഖദ് അർസൽനാ റസുലൻ മിൻ ഖബ്ലിക വജഅൽനാഹും അസ്വാജൻ വദുരിയ. തങ്ങളുടെ മുമ്പുള്ള പ്രവാചകന്മാരെ, ആ പ്രവാചകന്മാർക്ക് കുടുംബമുണ്ടായിരുന്നു, അവർക്ക് ഇണകളുണ്ടായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നു എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സമൂഹത്തിൽ ചില ധാരണകളുണ്ട്, ചില പഴഞ്ചൻ ധാരണകൾ. ഒരാൾ വിവാഹം കഴിക്കാതെ ജീവിച്ചാൽ അയാൾ വലിയൊരു എന്തോ ഒരു പുണ്യം നേടിയവനെ പോലെയാണ് എന്ന്. നിങ്ങൾ അറിയോ, ഒരു സ്വഹാബി തൻ്റെ സ്നേഹിതനെ സന്ദർശിക്കാൻ അയാളുടെ വീട്ടിലേക്ക് പോയപ്പോൾ സൽമാൻ എന്ന് പറയുന്ന ആ സ്വഹാബി അദ്ദേഹത്തെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഒരു വിരൂപിയായ രീതിയിൽ കണ്ടപ്പോൾ അദ്ദേഹം അന്വേഷിച്ചു. അങ്ങനെ ഭാര്യ തന്നോട് തൻ്റെ കുടുംബ ജീവിതത്തിലെ തൻ്റെ ഭർത്താവിൻ്റെ അപാകതകളെ സംബന്ധിച്ച്, താല്പര്യമില്ലായ്മയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത, സൽമാനിന് പറഞ്ഞു കൊടുത്തൊരു സംഭവമുണ്ട്. നിനക്ക് നമസ്കാരങ്ങൾ മാത്രം പോരാ, നിനക്ക് നോമ്പ് മാത്രം പോരാ, നിനക്ക് ആരാധനാ കർമ്മങ്ങൾ മാത്രം പോരാ, നിനക്ക് നിന്റെ ശരീരത്തോട് ചില ബാധ്യതകളുണ്ട്, അത് നിർവഹിക്കണം. നിന്റെ കണ്ണിനോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, അത് നിർവഹിക്കണം. നിന്റെ കുടുംബത്തോട്, നിന്റെ ഭാര്യയോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, അത് നിർവഹിക്കണം. ഇതല്ലാത്ത രീതിയിലുള്ള ഒരു ഇസ്ലാമില്ല എന്നാണ് മഹാനായ സ്വഹാബി സൽമാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തതെങ്കിൽ, ഇസ്ലാമിലെ അങ്ങനെ ഒരു വിവാഹത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു പുണ്യം നേടുക എന്ന രീതി ഇല്ല എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം. വിവാഹം എന്തിന്? ഇഷ്ടമുള്ളവരുമായി രമിച്ച്, ഇഷ്ടമുള്ളവരുമായി ജീവിച്ച് മടുക്കുമ്പോൾ പിരിയാമെന്നുള്ള ആശയം പ്രചരിപ്പിക്കുന്നവരോട് നമുക്ക് പറയാൻ, ഇസ്ലാമിന് പറയാനുള്ള ഒരേ ഒരു ആശയമാണ്, മനുഷ്യന്റെ കുടുംബത്തിന്റെ കെട്ടുറപ്പ്, മനുഷ്യന്റെ കുടുംബത്തിന്റെ സമാധാനപരമായ ജീവിതം, മനുഷ്യന്റെ സദാചാരപരമായ ജീവിതം, ഇത് നിലനിൽക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ കൂടി കഴിയില്ല എന്നതാണ്. ഇത് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, വരുന്ന തലമുറയ്ക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം സാഹചര്യം അങ്ങനെയാണ്.
കാരണം ഇന്ന് നമുക്കറിയാം, എൻ്റെ മുന്നിൽ ഒരുപാട് അധ്യാപകർ ഇരിക്കുന്നുണ്ട്. എന്ന് വളർന്നു വരുന്ന തലമുറ വിവാഹം വേണ്ട എന്ന് അഭിപ്രായമുള്ള ഒരു തലമുറയാണ് ഉയർന്നു വരുന്നത്. നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച്. അപ്പൊ ഇത് ചെറിയതായ ഒരു വിഷയമല്ല. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ തലമുറക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ബാധ്യത രക്ഷിതാക്കളായ നമുക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അഅ്മുൽ ബസരി വ അഹ്സനുൽ ഫർജ്, സദാചാരം സംരക്ഷിക്കുകയാണ് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോഴേ നമ്മൾ അത് നമ്മുടെ കുടുംബത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പത്രങ്ങൾ വായിക്കുന്നു, പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ കൂടെ വിവാഹം ചെയ്തു, സ്ത്രീയും വിവാഹം ചെയ്തു, പുരുഷനും വിവാഹം ചെയ്തു. ഇതൊക്കെ ഒരു പുതിയ വാർത്തകളൊന്നുമല്ല. ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ രക്ഷിതാക്കളുടെ രക്ഷിതാക്കളുടെ തർബിയത്തിന്റെ ഒരു അപാകത തന്നെ എന്ന് പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി അഅ്നുഹും, ഒരാള് അല്ലാഹു തആല സഹായിക്കാൻ ബാധ്യത ഏറ്റെടുത്ത 3 വിഭാഗം ആൾക്കാരാ. അതില് ഒന്ന് അൽ മുകാതബത്തുല്ലതി യുരീദുൽ അദാ, വിവാഹമോചനം എഴുതപ്പെട്ട അടിമ. വിവാഹമോചനം എഴുതപ്പെട്ട അടിമ, ഒരാളുടെ അടിമ, അയാൾ വിവാഹമോചനം അടിമ